ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ പടവലങ്ങയും ചെമ്മീനും കൂടി ഇട്ടൊരു തോരന്. അപ്പം നമുക്ക് ഈ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. തോരന് വേണ്ടിയിട്ടുള്ള പടവലങ്ങ ദാ ഇതുപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്തത്തെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിത് ഇതുപോലൊന്ന് നന്നായിട്ട് കട്ടി കുറച്ച് ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഇതുപോലെ കൊത്തി അരിയാം. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല അരിഞ്ഞിരിക്കുന്നത്. നേരെ നീളത്തിൽ തന്നെ നല്ലതായിട്ട് കട്ടി കുറച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. എത്ര വെന്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ പടവലങ്ങയ്ക്കൊരു കട്ടി ഉണ്ടായിരിക്കും. അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഉപ്പ് ഇങ്ങനെ അങ്ങോട്ട് തിരുമ്മി വെക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം തിരുമ്മിയാൽ മതിയാവും. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദാ ഇതുപോലെ അങ്ങോട്ട് തിരുമ്മുക. തിരുമ്മി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഞെക്കി പിഴിഞ്ഞ് വെക്കാം. ആ പിഴിഞ്ഞ് കിട്ടുന്ന വെള്ളം നമുക്ക് മാറ്റി വെക്കുക. കാരണം അത് നമുക്ക് തോരൻ വെക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തലയൊന്ന് കളഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ദാ ചിരട്ട കൊണ്ട് ദാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ തല അങ്ങോട്ട് ഉടഞ്ഞു പൊക്കോളും. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് വെള്ളത്തിലേക്ക് കഴുകാനിട്ട് വെച്ചിട്ടുണ്ട്. തോരന് വേണ്ടിയിട്ട് ഞാൻ ഒരു സബോള എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4 കാന്താരിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പടവലങ്ങയ്ക്കകത്തേക്ക് ഈ സബോള നമ്മളിങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക. അതാ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ അതിനകത്തേക്ക് ആ കാന്താരിയും കൂടെ അരിഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ആദ്യം ഒന്ന് ഒതുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി തേങ്ങയും കൂടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒതുക്കിയും കൂടി എടുത്തു. ആ ഒതുക്കിയ തേങ്ങ പിന്നെ നമ്മുടെ പടവലങ്ങയുടെ കൂടെ ചേർത്ത് വെച്ച് നമ്മളൊന്ന് ഞെവടി കൊടുത്തു. നന്നായിട്ട് ഞെവടി വെച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുത്തു. തോരൻ വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുത്തു. ആ കൂടത്തിൽ തന്നെ 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, അതും കൂടെ ആ കൂടത്തിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് അതിലേക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തട്ടി പൊത്തി വെക്കാം. ഇങ്ങനെ അന്നേരത്തേക്ക് നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുമ്പേ പിഴിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പടവലങ്ങയുടെ വെള്ളം കൂടെ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ദാ ഇതുപോലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ദേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു തോരനാണ്. പടവലങ്ങയൊക്കെ നമ്മൾ പിഴിഞ്ഞൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.